ജയശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 39 ഇഞ്ച് ചെസ്റ്റ് വരുന്ന ബ്ലൗസിൻ്റെ കട്ടിങ് കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അടിഭാഗത്ത് ഒരു 4 ഇഞ്ചും ഒരു പോയിൻറ്റ് നമുക്ക് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ഫുള്ള് ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. പിന്നെ ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 15.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ 15.5 ഇഞ്ചിൽ. ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഷോൾഡർ വരുന്നത് നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ച് ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്ര വെച്ചാൽ നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ആം ഹോളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് ആം ഹോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറവാണെങ്കിൽ ആം ഹോളിൻ്റെ ഇറക്കം കുറയ്ക്കാം, കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ആം ഹോളിൻ്റെ ഇറക്കം ഇവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് ലൈൻ അതുപോലെ സ്കൈയിൽ വെച്ചിട്ട് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 39 ഇഞ്ചാണ്. 39 ഇഞ്ചിൻ്റെ 4ൽ 1 ഭാഗം 9.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ബാക്ക് പാർട്ട് ആയതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ലൂസൊന്നും കൊടുക്കണില്ല. ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതവിടെ ചേർത്തൊന്ന് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ഫുള്ള് ഇവിടെ എടുക്കണില്ല കേട്ടോ. 3 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ചിലാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 3 ഇഞ്ച് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇറക്കം വരുന്നത് ഒരു 7-8 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 7.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് ഇറക്കം കിട്ടും. ഇനി നിങ്ങൾക്ക് വിരിവ് കൂട്ടണമെങ്കിൽ ബ്ലൗസിൻ്റെ വിരിവ് കൂട്ടണമെങ്കിൽ അടിഭാഗത്ത് ഞാനിവിടെ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിൽ 2.25 ഇഞ്ച്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടും. അടിയിൽ നല്ല വിരിഞ്ഞ് എന്നുവെച്ചാൽ ഷോൾഡർ കൂടാത്തത് കൊണ്ട് നമുക്ക് ഷോൾഡർ ഇറങ്ങി പോവില്ല. അങ്ങനെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ട ഷോൾഡർ നമുക്ക് 3 ഇഞ്ചാണ് ഇപ്പോൾ വരുന്നത്. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2.5 ഇഞ്ച് ഷോൾഡർ നോർമൽ എല്ലാ ബ്ലൗസിനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 2.5 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ ഷോൾഡർ മതിയാവും. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എപ്പോഴും യു നെക്ക് വരയ്ക്കണോ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ തരത്തിലുള്ള നെക്കും വരച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നെക്ക് വേണമെന്നുള്ളവർ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് നമുക്ക് ഇവിടെ ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 32 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് മൊത്തം വരുന്നത്. അപ്പോൾ 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഈ സമയത്ത് നിങ്ങൾ ബാക്കിൽ ടെക്ക് ഇടുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടെക്ക് ഇടുന്നില്ല. ഞാൻ 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ മാത്രമേ ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഈ പോയിൻ്റൊക്കെ ഒന്ന് ചേർത്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാക്ക് പാർട്ട് ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് ആം റൗണ്ട് മാത്രം വരച്ചാൽ മതി കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസ് കട്ടിംഗ് ആണ്. ഇനി നമുക്കിവിടെ ഒരു 1.5 ഇഞ്ച് ബാക്ക് പാർട്ടിലേക്ക് കുഴിച്ച് വരയ്ക്കാം. ഞാനിവിടെ 2 ഇങ്ങനെ വെച്ചിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. പകുതി മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റിൽ കൂടി ചേർത്തിട്ട് നമുക്ക് ആം റൗണ്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആം റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ആം ഹോൾ കർവ് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വരയ്ക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ആം റൗണ്ട് ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ആം റൗണ്ട് വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കിവിടെ 8 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്തവർ 1/2 ഇഞ്ച് നിങ്ങളുടെ ആം റൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 1/2 ഇഞ്ച് ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി വരയ്ക്കുക. ഈ കൂടുതലാണെങ്കിൽ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ആം ഹോള് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തെടുക്കാം.
ആദ്യമായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു. ഇനി നമുക്കിവിടെ കാലിഞ്ചും ഒരു പോയിൻറ്റും നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലത്തെ ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ വിടണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ ബാക്ക് പാർട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതോടുകൂടി പട്ട കട്ട് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലത്തെ ആ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ലെങ്ത്തിൽ ഞാനിപ്പോൾ ഇവിടെ കണ്ടോ 13 കഴിഞ്ഞിട്ട് 13.5 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് വരിക. അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. കണ്ടോ 13.5 ഇഞ്ച് കഴിഞ്ഞ് ഒരു 4 ഇഞ്ച് ഇതാ എക്സ്ട്രാ വരുന്ന പോലെ നിങ്ങൾ ഇതുപോലെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിങ്ങോട് കൂടി തന്നെ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ കട്ടിങ്ങും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാൻ ഇത്രയ്ക്ക് ഇറക്കം എടുത്തിട്ടുണ്ട്, ഷോൾഡറൊക്കെ കൂട്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡറും ആം ഹോളും നെക്ക് വിടുത്തൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ സ്കൈയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഷോൾഡർ വരച്ചു കേട്ടോ. ഷോൾഡർ നെക്ക് വിടുത്ത് ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്തു. ആം ഹോൾ അങ്ങനെ തന്നെ നമ്മൾ വെച്ചിട്ട് വരച്ചെടുക്കുക, ഈസിയാണ്. അപ്പോൾ നിങ്ങൾ തുണിയിലായാലും ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ കറക്റ്റ് ലൂസൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ട അവിടെ എക്സ്ട്രാ തുണി വേണമെന്ന് മാത്രം. ഇവിടെ ഇങ്ങനെ ബാക്ക് പാർട്ട് വെക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞ ബാക്ക് പാർട്ട് ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടിട്ട് ഇനി നമുക്കിവിടെ ഷോൾഡർ ജോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒന്നും കൂടി ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഷോൾഡർ ജോയിൻ്റ് പിടിച്ച് തയ്ക്കാനുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. നോർമലായിട്ട് എല്ലാ ബ്ലൗസിനും ഒരുവിധം നോർമൽ ഹൈറ്റ് ഉള്ളവർക്ക് ഒരു 6 ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുത്താൽ മതി. 5.25 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് 6 ഇഞ്ച് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രണ്ട് നെക്കിന് ഇതുപോലത്തെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെക്കൊക്കെ ഇട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ നെക്ക് വി നെക്കായിട്ട് പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഫ്രണ്ട് നെക്ക് ഇതുപോലൊരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ നോക്കണ്ട, നമ്മൾ ടെക്കൊക്കെ ഇട്ട് വരുമ്പോൾ ഇത് നല്ല റൗണ്ട് നെക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പ് അല്ല കേട്ടോ നമുക്ക് കിട്ടുക, നല്ല റൗണ്ട് നെക്കാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ഞാൻ പറഞ്ഞു 36 തൊട്ട് ഒരു 40-41 ഇഞ്ച് വരെ. നോർമൽ ഹൈറ്റുള്ളവർക്ക് ഒരു 13.5 ഇഞ്ച് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് 13.5 ഇഞ്ച്. അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇത് 39 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. 3.9 കിട്ടുക. അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കിയിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ആ പോയിന്റിൽ തന്നെ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുക 10.5 ഇഞ്ച്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് ഇതുപോലെ താഴേക്ക് മെയിൻ ടെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് നമുക്കവിടെ ഒന്നും കൂടി മാർക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ചെസ്റ്റ് ലൂസൊക്കെ കൊടുത്ത് മാർക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കുഴിച്ച് വരയ്ക്കാം കേട്ടോ. ഇവിടെ 4 ഇഞ്ചോളം ഫ്രണ്ട് കൈക്കുഴി ഇവിടെ ഇങ്ങനെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കത് കുഴിച്ച് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ചെസ്റ്റ് ഞാൻ പറഞ്ഞു 39 ഇഞ്ചാണ്. 39 ഇഞ്ചിൻ്റെ 4ൽ ഒരു ഭാഗം 9.25 പ്ലസ് നമുക്ക് 1 ഇഞ്ച് കൂടി നമുക്ക് ലൂസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ലൈനിങ്ങിലാണെന്നുവെച്ചാൽ ഒരു 1.25 ഇഞ്ച് കൊടുക്കാം. കാരണം 1/2 ഇഞ്ച് നമുക്കവിടെ ടെക്ക് പിടിക്കാനായിട്ട് പോവും. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് നമുക്ക് 32 ഇഞ്ചാണ് വരുന്നത്. 32 ഇഞ്ചിൻ്റെ 4ൽ ഒരു ഭാഗം 8 പ്ലസ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. 1.25. അപ്പോൾ 8ൻ്റെ കൂടെ ആ 2.25 ചേർക്കുമ്പോൾ ഒരു 10.5 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 1.25 നമുക്ക് 2.5 മെയിൻ ടെക്കിൻ്റെ വീതി കിട്ടണത്. അപ്പോൾ 10.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായല്ലോ.
വേസ്റ്റിൻ്റെ കൂടെ മെയിൻ ടെക്കിൻ്റെ വീതി കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് മെയിൻ ടെക്ക് പോയിൻ്റൊക്കെ ചേർത്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. വേസ്റ്റ് കൂടുന്തോറും നിങ്ങൾക്ക് ഇങ്ങനെ വരും, കണ്ടോ, അങ്ങനെ ഒരു ഷേപ്പ് വരും. കുറയും തോറും അത് വേറൊരു ഷേപ്പായിട്ട് മാറും. അപ്പോൾ അതാ നമുക്കിതുപോലെ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ വരച്ച് കൊടുക്കണേറ്റ് മുന്നേ നിങ്ങൾക്ക് അവിടെ ബസ്റ്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് 40-42 ചെസ്റ്റിനൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് നോക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ടൈറ്റ് വരും. ഞാൻ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1.25 ഇഞ്ച് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മെയിൻ ടെക്കിൻ്റെ വീതി നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ 1.25 അപ്പോൾ നിങ്ങളുടെ 1.5 ഇനിയിപ്പോൾ 2 ആണെങ്കിൽ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലും ഈ സൈഡ് വശത്തും ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ പോയിൻറ്റിൽ നിന്ന് മെയിൻ ടെക്കിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ അത് ലൈൻ വരച്ച് കൊടുത്തു. കണ്ടോ, ഇവിടെയും നമ്മൾ ആ ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ ചെറിയ ടെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നോക്കാം, ഇത് ഇപ്പോൾ 6 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് ഇതിൻ്റെ നടുഭാഗമായിട്ട് വരുന്നത്. അവിടെ നമുക്ക് ചെറിയ ടെക്ക് മാർക്ക് ചെയ്യാം. മെയിൻ ടെക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകലത്തിൽ, ഒരു 1.5 ഇഞ്ച് അകലത്തിൽ ആ ചെറിയ ടെക്ക് മാർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ടിത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആംഹോൾ ടെക്ക് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിവിടെ 2 ഇഞ്ച് അകലത്തിൽ അവിടെ നിന്ന് 2 ഇഞ്ച് അകലം മാർക്ക് ചെയ്യുക. ആംഹോൾ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും 1/4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാ ടെക്കുകളും 3 ടെക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ മെയിൻ ടെക്കിൻ്റെ നീളം മെഷർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പൊന്നും കൊടുക്കണില്ല. 3 ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ നീളം വരുന്നത്. കാരണം നമ്മൾ ക്രോസ് ആയിട്ടായിരിക്കും തയ്ക്കുക. കണ്ടോ, അപ്പോൾ അവിടെ 3.5 ഇഞ്ച് കറക്റ്റായിട്ട് ക്രോസ് ആയിട്ട് തയ്ക്കുമ്പോൾ കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ അതിൽ പെടും. ഈ എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ താഴെ നിന്ന് ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനൊരു ഷേപ്പ് വരച്ചെടുക്കുക. ഈ ചെറിയ ഭാഗം നമുക്ക് ഇടയിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഈ വേസ്റ്റ് ഇവിടെ നമുക്ക് 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് പോവും കേട്ടോ. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിലും പോവും. അപ്പോൾ നമുക്കിവിടെ ഒരു 3 ഇഞ്ചൊക്കെ കിട്ടുള്ളൂ. ആ ഫ്രണ്ട് കട്ടിങ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കണ്ടോ, വേസ്റ്റ് 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തു. ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ട. അതൊന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുക. ഈ ബാക്കിൽ ഒരു 3.5 ഇഞ്ച് നമുക്ക് കിട്ടുന്ന പോലെ ഷേപ്പ് ചെയ്യുക. കണ്ടോ, കറക്റ്റായിട്ട് 3.5 ഇഞ്ച് കിട്ടും. കണ്ടോ, ഈ ഒരു ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് നമ്മുടെ ആ ഫ്രണ്ട് കട്ടിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട് പാർട്ട് മാറിപ്പോവാണ്ടിരിക്കാൻ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്കൊക്കെ ഇതുപോലെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈസിയായിട്ട് നമുക്ക് കട്ടിങ്ങൊക്കെ കഴിയും. എളുപ്പത്തിൽ മാർക്കിങ്ങും കഴിയും.
അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇത്രയുള്ളൂ നമ്മുടെ ബ്ലൗസ് കട്ടിങ്. അപ്പോൾ നമ്മുടെ എല്ലാ മാർക്കിങ്ങും കട്ടിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിൾ ബ്ലൗസ് കട്ടിങ് ആണ്. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു, ഫ്രണ്ട് പാർട്ട് കട്ടിങ്ങും എടുത്തു. സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഒട്ടും അറിയാത്തവർ അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.